പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ലേഖനം മതവും മതങ്ങളും എന്ന സുകുമാർ അഴീക്കോടിൻ്റെ ലേഖനാണ്. അദ്ദേഹം മലയാള അധ്യാപകനായിരുന്നു. കണ്ണൂർ ജില്ലയിലെ അഴീക്കോടാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അപ്പോൾ സുകുമാരൻ എന്ന സുകുമാർ അഴീക്കോട് അപ്പോൾ ആദ്യ ഹൈസ്കൂളിലും പിന്നീട് കോളേജിലൊക്കെ അധ്യാപകനായി. അതിനിടയിൽ പത്രപ്രവർത്തകനുമായി. ഇപ്പോൾ കേരളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യ വിമർശകനും ഗ്രന്ഥകാരനും പ്രഭാഷകനും വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്നു ഇദ്ദേഹം. 35ലേറെ കൃതികളുടെ കർത്താവ് കൂടിയാണ് സുകുമാർ അഴീക്കോട്. അപ്പോൾ 1981 കേരള സർവകലാശാലയിൽ നിന്നും മലയാള സാഹിത്യ വിമർശനത്തിലെ വൈദേശിക പ്രഭാവം എന്ന വിഷയത്തിൽ മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഇപ്പോൾ കോഴിക്കോട് സെൻറ്റ് ജോസഫ് ദേവഗിരി കോളേജിൽ മലയാളം ലെക്ചററായിരുന്നു. അപ്പോൾ ഇതിനു പുറമെ മംഗലാപുരം സെൻറ്റ് അലോഷ്യസ് കോളേജിലും അധ്യാപകനായി. പിന്നീട് മൂത്തക്കുന്നം SNM ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പലായി. കോഴിക്കോട് സർവകലാശാല സ്ഥാപിച്ചപ്പോൾ മലയാള വിഭാഗം മേധാവിയും പ്രൊഫസറുമായി നിയമിതനായി. 1974-78 കാലിക്കറ്റ് സർവകലാശാല പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1986 അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ചു. സാഹിത്യം, തത്വചിന്ത, സാമൂഹിക ജീവിതം, ദേശീയത എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള നൈപുണ്യവും ഭാഷയുടെ ചടുലതയും അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങളെ ശ്രദ്ധേയമാക്കി മാറ്റി. സാമൂഹിക സാംസ്കാരിക സ്ഥാപനമായ നവഭാരത വേദിയുടെ സ്ഥാപകനും അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം. ദീനബന്ധു, മലയാള ഹരിജൻ, ദേശമിത്രം, നവയുഗം, ദിനപ്രഭ തുടങ്ങിയ പല പത്രങ്ങളിലും അഴീക്കോട് ജോലി ചെയ്തിട്ടുണ്ട്. 1993 മുതൽ 96 വരെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിരുന്നു. വർത്തമാനം എന്ന ദിനപത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു ഇദ്ദേഹം. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ അധ്യക്ഷനുമായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ എമിറേറ്റ്സ് പ്രൊഫസർ, UGCയുടെ ഭാരതീയ ഭാഷാ പഠനത്തിൻ്റെ പാനൽ അംഗം, കേരള സാഹിത്യ അക്കാദമികളിൽ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനായും ചുമതല വഹിച്ചിട്ടുണ്ട്. ഗാന്ധിയൻ, ഗവേഷകൻ, ഉപനിഷത്ത് വ്യാഖ്യാതാവ് എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു അഴീക്കോട്. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം 2012 ജനുവരി 24 അന്തരിക്കുന്നത്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അഴീക്കോട് പ്രസംഗിച്ചിട്ടുണ്ട്. വളരെ പതിയെ ശാന്തമായി തുടങ്ങി പിന്നീട് ആവേശത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിർത്തുന്ന അഴീക്കോടിൻ്റെ പ്രസംഗശൈലി പ്രശസ്തമാണ്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സാഗരഗർജനം എന്ന അഴീക്കോടിൻ്റെ പ്രഭാഷണത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാഗരഗർജനം എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ അഴീക്കോട് മാഷിൻ്റെ പ്രഭാഷണത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സഞ്ചരിക്കുന്ന മനസാക്ഷി എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളെ കുറിച്ച് നോക്കാം. പ്രധാന കൃതികളായിട്ട് നമുക്ക് മലയാള സാഹിത്യ വിമർശനം, മലയാള സാഹിത്യ പഠനങ്ങൾ, തത്വമസി, ആശാൻ്റെ സീതാകാവ്യം, രമണനും മലയാള കവിതയും, G. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, വായനയുടെ സ്വർഗത്തിൽ, വിശ്വസാഹിത്യ പഠനങ്ങൾ, അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങൾ, നവയാത്രകൾ, ഇന്ത്യയുടെ വിപരീത മുഖങ്ങൾ, അഴീക്കോടിൻ്റെ ലേഖനങ്ങൾ, നട്ടെല്ല് എന്ന ഗുണം, അഴീക്കോടിൻ്റെ ആത്മകഥ. പിന്നെ വിവർത്തന കൃതികളാണ് ഒരു കൂട്ടം പഴയ കത്തുകൾ, ഹക്കിൾബറി ഫിന്നിൻ്റെ വിക്രമങ്ങൾ, ജയദേവൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇനിയും വേറെയും ധാരാളം കൃതികൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഇനി പുരസ്കാരങ്ങളാണ്. തത്വമസി എന്ന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും വയലാർ പുരസ്കാരവും ലഭിച്ചു. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച അദ്ദേഹത്തിൻ്റെ കൃതിയാണ് മലയാള സാഹിത്യ വിമർശനം. അതിന് പുറമെ രാജാജി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2007 അഴീക്കോട് മാഷിനെ അതിൽ പത്മശ്രീ അവാർഡിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു. പക്ഷേ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണ്
പുരസ്കാരം സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. MP നാരായണപിള്ളയ്ക്ക് നൽകിയ പുരസ്കാരം റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് 1992 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വവും പതക്കവും മറ്റും തിരിച്ചു നൽകി അഴീക്കോട് നിലപാട് വ്യക്തമാക്കിയിരുന്നു. മാതൃഭൂമി പുരസ്കാരം, രാജാജി അവാർഡ്, സുവർണ കൈരളി അവാർഡ്, പുത്തേഴൻ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം 2004 എഴുത്തച്ഛൻ പുരസ്കാരം, CN അഹമ്മദ് മൗലവി MSS അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകളും അദ്ദേഹത്തിനെ തേടി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലേക്ക് വരാം. അപ്പോൾ മതവും മതങ്ങളും എന്നാണ് ലേഖനം. അപ്പോൾ ഇവിടെ ഇന്ത്യ എന്ന രാജ്യം മതങ്ങൾ തമ്മിൽ കലഹിക്കുന്ന ഒരു രാജ്യമായതായും ഒരിക്കലും പരിഹരിക്കപ്പെടാനാവാത്ത വിധത്തിൽ മതവൈര്യങ്ങൾ വളർന്നു കഴിഞ്ഞതായും ഡോക്ടർ സുകുമാർ അഴീക്കോട് വെളിപ്പെടുത്തുകയാണ് ഈ ഒരു ലേഖനത്തിലൂടെ ചെയ്യുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മതങ്ങൾ തമ്മിൽ കലഹിച്ച് നാം ഇന്ന് നാശത്തിൻ്റെ ഒടുവിലത്തെ ദിവസത്തിൻ്റെ തലേനാൾ എത്തിയിരിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ഒടുവിലത്തെ ദിവസം നാളെയാണോ എന്ന് നിശ്ചയമില്ലെങ്കിലും ഇന്ത്യയിലെ അനുഭവം അത്ര ഭയപ്രദമാണ്. അതാണ് ആദ്യമേ പറഞ്ഞത്. ഇന്ത്യ എന്ന രാജ്യം മതങ്ങൾ തമ്മിൽ കലഹിക്കുന്ന ഒരു രാജ്യമായതായിട്ടും ഒരിക്കലും ആ ഒരു കലഹം പരിഹരിക്കപ്പെടാനാവാത്ത വിധത്തിലേക്കാണ് മതങ്ങൾ വളർന്നു കഴിഞ്ഞതായിട്ടും അദ്ദേഹം ഈ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അർബുദം പോലെ അത് അടുത്തിരിക്കുന്ന ജീവകോശങ്ങളെ കടന്നാക്രമിച്ച് രാഷ്ട്ര ശരീരത്തിൻ്റെ സമസ്ത ധാതുക്കളെയും വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ്? ഒരു ക്യാൻസർ പോലെയാണ് അത് എല്ലാത്തിനെയും കടന്നാക്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എല്ലാ സമസ്ത ധാതുക്കളെയും അത് വ്യാപിച്ചിരിക്കുകയാണ്. മതകലഹങ്ങൾ ഒഴിവാക്കാനുണ്ടായ എല്ലാ പരിഹാര ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവരേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനെ പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരു നിയമം കൊണ്ടുവരേണ്ടി വന്നത്. ഭീഷ്മർ മരിക്കുകയും ദ്രോണർ പോവുകയും കർണൻ വീഴുകയും ചെയ്തപ്പോൾ ശല്യർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയായി ഈ വരവ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്. അപ്പം ആ ഒരു ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അഴീക്കോട് മാഷ്. ഭീഷ്മർ മരിച്ചു, ദ്രോണർ പോവുകയും ചെയ്തു, കർണൻ വീണു, പക്ഷെ ആ സമയത്തേക്ക് ശല്യർ കടന്നു വന്നിരിക്കുന്നു എന്നത് പറഞ്ഞതുപോലെയായി ഈ ഒരു പ്രശ്നം എല്ലാ പരിഹാര ശ്രമങ്ങളും പരാജയപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിൽ അപ്പം നിയമം കൊണ്ടുവരേണ്ട സ്ഥിതിയിൽ എത്തിയതിൻ്റെ അർത്ഥം നിയമം വിജയിക്കാൻ പോകുന്നില്ല എന്നു തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശൈലി ഇവിടെ പ്രയോഗിക്കുന്നതും. ഒരു ദേശീയ പാപത്തിൻ്റെ മൂർധന്യത്തിൽ നാം പ്രകടിപ്പിക്കുന്ന നിസ്സഹായാവസ്ഥയുടെ ഓമനപ്പേരാണ് നിയമനിർമ്മാണം എന്നത്. അപ്പോൾ ഇവിടെ മതങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ അല്ലെങ്കിൽ മതവൈര്യങ്ങൾ വളർന്നു വരുന്ന സമയത്ത് അതിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ നിയമം കൊണ്ടുവരിക, ഒരു നിയമനിർമ്മാണം നടത്തുക. അത് നാം പ്രകടിപ്പിക്കുന്ന നിസ്സഹായാവസ്ഥയുടെ ഒരു പേരാണ് ഈ ഒരു നിയമനിർമ്മാണം. മതങ്ങൾ കലഹിക്കുന്നു എന്നതും ഒരു ലാക്ഷണിക പ്രയോഗമാണ്. അപ്പോൾ ആളുകൾക്കല്ലാതെ തമ്മിൽ കലശൽ കൂട്ടാനാവില്ല. മതാനുയായികൾ തമ്മിലാണ് കലഹം. മതകലഹത്തിന് അത്രയേ അർത്ഥമുള്ളൂ. മതാനുയായികൾ കലഹിക്കുന്നത് തങ്ങളുടെ മതത്തെ പറ്റിയുള്ള തൻ്റെയും മറ്റുള്ളവരുടെയും ചില ധാരണകളെ മുൻനിർത്തിയാണ്. അനുയായികളെ കലഹിപ്പിക്കുന്നത് മാത്രമല്ല, ഓരോരുവൻ ഉൾക്കൊള്ളുന്ന മതധാരണയുടെ സ്വഭാവമാണ്. ധാരണ പിശകിപ്പോകുന്നത് ഓരോ വ്യക്തിയുടെയും അറിവിനെയും സംസ്കാരത്തെയും ചുറ്റുപാടിനെയും മനസ്ഥിതിയെയും എല്ലാം ആശ്രയിച്ചിരിക്കുന്നു. മതകലഹത്തെപ്പറ്റി ചിന്തിക്കുന്നവർ എത്രത്തോളം ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകാതിരിക്കില്ല. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് മതങ്ങൾക്ക് പരസ്പരം കലഹിക്കാൻ കഴിയുകയില്ല. പിന്നെ ആര് തമ്മിലാണ് കലഹം നടക്കുന്നത്? മത അനുയായികൾ തമ്മിലാണ് കലഹം. ഇങ്ങനെ മതത്തെ പറ്റിയുള്ള തങ്ങളുടെ ചില ധാരണകളെ മുൻനിർത്തിയാണ് ഈ അനുയായികൾ
കലഹിക്കുന്നത്. അപ്പോൾ അവരുടെ ധാരണാപിശകാണ് യഥാർത്ഥത്തിൽ മതവിദ്വേഷത്തിൻ്റെ കാരണം എന്നും ലേഖകന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഓരോ വ്യക്തിയുടെയും അറിവിനെയും സംസ്കാരത്തെയും ചുറ്റുപാടുകളെയും മനസ്ഥിതിയെയും ആശ്രയിച്ചാണ് ധാരണാപിശക് പറ്റുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ഇന്നും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, ഒരു മതവും കലഹിക്കുന്നില്ല. പക്ഷേ ഓരോ മതത്തിൻ്റെയും ഉന്നതങ്ങളിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ തമ്മിലാണ് കലഹങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മതം എന്താണെന്ന് തിരിച്ചറിവില്ലാത്ത മതാനുയായികൾ അതിനെ പിന്തുണയ്ക്കുമ്പോഴാണ് അത് വലിയ ശത്രുതയിലേക്കും കലഹങ്ങളിലേക്കുമെല്ലാം വഴി തെളിക്കുന്നത് എന്നുകൂടി ലേഖകന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും ആലോചിക്കാറില്ല. ആലോചിച്ചിരുന്നെങ്കിൽ ഇത്ര കാലം മതയുദ്ധങ്ങൾ നമ്മെ അലട്ടേണ്ട കാര്യമുണ്ടായിരുന്നോ? മതകലഹങ്ങൾ തീർക്കാൻ നാമും നമ്മുടെ നേതാക്കളും ഭരണകൂടവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കലഹിക്കുന്ന മതങ്ങളുടെ അധിനായകന്മാരെ വിളിച്ചു ചർച്ച ചെയ്യിക്കുകയാണല്ലോ. ഈ കലഹം അന്തമില്ലാതെ തുടരുമെന്ന് പ്രവചിക്കാൻ രാഷ്ട്രീയ ജ്യോത്സ്യം അല്പം അറിഞ്ഞാൽ മതി. നാം മതസൗഹാർദ്ദത്തിന് വേണ്ടി നടത്തുന്ന മൈത്രി സമ്മേളനങ്ങളുടെ സ്ഥിര പരിപാടി പ്രധാനപ്പെട്ട 3 മതങ്ങളുടെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരെ വിളിച്ച് പ്രസംഗിപ്പിക്കുകയാണല്ലോ. അപ്പോൾ മതഗ്രന്ഥങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രാർത്ഥനാഭാഗങ്ങളുടെ സുന്ദരമായ പാരായണവും നടക്കും. പ്രഭാഷകന്മാർ തങ്ങളുടെ മതങ്ങളുടെ സവിശേഷ മഹാത്മ്യങ്ങളെക്കുറിച്ച് ഉച്ചത്തിൽ പറഞ്ഞ് സ്ഥലം വിടുന്നു. ഓരോ പ്രസംഗവും നടക്കുമ്പോൾ അന്യമതക്കാർ കൂവാത്തതുകൊണ്ട് മതസൗഹാർദ്ദം ഉറപ്പായെന്ന് നാം കരുതുന്നു. അപ്പം മതമൈത്രി എത്ര എളുപ്പം. അപ്പോൾ ഇനി അദ്ദേഹം വീണ്ടും പറയുകയാണ്, നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാറില്ല. ഇങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഈ കാലയളവിൽ ഇത്ര വലിയ യുദ്ധങ്ങളൊന്നും നമ്മെ അലട്ടേണ്ട കാര്യവും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു മതകലഹങ്ങൾ തീർക്കാൻ നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് എന്താണ്? ആ മത നേതാക്കളെ വിളിച്ചിട്ട് ഒരു ചർച്ച ചെയ്യുന്ന രീതിയുണ്ട്. അതിനെയാണ് ഇവിടെ അഴീക്കോട് മാഷ് വിമർശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും വന്ന് തങ്ങളുടെ മതത്തിൻ്റെ സവിശേഷ മഹാത്മ്യത്തെക്കുറിച്ച് ഉദ്ഘോഷിച്ച് സ്ഥലം വിടുകയാണ് പതിവ്, അല്ലേ? ഓരോ മതത്തിൻ്റെയും മഹാത്മ്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോകും. അതാണ് സാധാരണ നടക്കാറുള്ളത്. ഇത് വെച്ച് മതമൈത്രി ഉറപ്പായി എന്ന് പറഞ്ഞ് നടക്കുന്നു. അപ്പോൾ ഇതാണ് മതമൈത്രി എന്ന് പറഞ്ഞിട്ട് നടക്കുക. ഇങ്ങനെ മതസൗഹാർദ്ദ പ്രകടനങ്ങളും അത് കേവല പ്രകടനങ്ങളായി മാറുന്നതായും മതവിദ്വേഷത്തെ നിലവാരം അല്ലെങ്കിൽ ആ മതവിദ്വേഷത്തെ നിവാരണം ചെയ്യാനുള്ള വഴി അറിയാഞ്ഞിട്ടല്ല, ആരും അത് ഉപയോഗിക്കാഞ്ഞിട്ടാണ് എന്നും എല്ലാ മതസൗഹാർദ്ദ പ്രകടനങ്ങളും ഹാസ്യ നാടകങ്ങളാണെന്നും ലേഖകന് പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം ഒരു ഹാസ്യ നാടകങ്ങൾ പോലെയാണ് എന്ന് ലേഖകന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ശരിയായ രീതിയിലേക്ക് അവരതിനെ കൊണ്ടുവരുന്നില്ല എന്നുള്ള ഒരു സൂചനയാണ് അവിടെ നൽകുന്നതും. അതുകൊണ്ടാണ് 3 മതത്തിൽപ്പെട്ട ആളുകളെ വിളിക്കുന്നു, അവർ വന്ന് പ്രസംഗിക്കുന്നു. അതേപോലെ മതങ്ങളിൽപ്പെട്ട ആ ഒരു സവിശേഷമായിട്ടുള്ള ആ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് ആ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം അവിടെ വെച്ച് പാരായണം ചെയ്യുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് മതമൈത്രി. അപ്പോൾ 3 കൂട്ടരും തമ്മിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മതമൈത്രി ഉറപ്പായി എന്ന് ധരിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റു മതക്കാർ കൂവാത്തത് കൊണ്ട് അവിടെ എന്താണ് മതസൗഹാർദ്ദം ഉറപ്പായി എന്ന് കരുതുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു പ്രകടനങ്ങളെ അതൊരു ഹാസ്യ നാടകമായാണ് ലേഖകന് വിലയിരുത്തുന്നതും. അങ്ങനെ ഇന്നാട്ടിൽ മതകലഹങ്ങളും അവയേക്കാൾ ദുസ്സഹങ്ങളായ മതസൗഹാർദ്ദ പ്രകടനങ്ങളും തുടർന്ന് നടക്കുമെന്നാണ് വിഷുഫലം. കലഹത്തിൻ്റെയും കലാപത്തിൻ്റെയും നേതാക്കളുടെ ഭീകരമുഖത്ത് ഒരു മൃദുലേപനത്തിൻ്റെ കോമളത്വം പരത്തുവാൻ ഇവ ഉപകരിക്കുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ യഥാർത്ഥമായ നിവാരണത്തിനുള്ള മാർഗം എന്തെന്ന്
ആർക്കും അറിയാത്തതുകൊണ്ടല്ല ഈ ഹാസ്യനാടകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആചാര്യന്മാർ പരിഹാരമാർഗങ്ങൾ പണ്ടേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ കക്ഷത്തിൽ കള്ളമുതലുള്ളവർക്ക് ആ മാർഗം ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടി കൈപൊക്കി വിരൽ ചൂണ്ടാനാവില്ല. അതുകൊണ്ട് അവർ കൈയില്ലാത്തവരെ പോലെ കൈകൊണ്ട് ഘോഷ്ടി കാണിക്കുന്നു. ഇതാണ് ഇന്നത്തെ മതസൗഹാർദ്ദ പരിപാടികളുടെ നിജസ്ഥിതി. ഇനി അദ്ദേഹം പറയുകയാണ്, മതവിദ്വേഷത്തിന് ഒരു പരിഹാരം നിർദ്ദേശിച്ച എങ്ങനെയാണ് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. അപ്പം ഈ നാട്ടിലെ എല്ലാ കലഹങ്ങളും അവയേക്കാൾ ദുസ്സഹങ്ങളായ മതസൗഹാർദ്ദ പ്രകടനങ്ങളും ഇന്നും തുടർന്ന് നടക്കുന്നു എന്നാണ് വിഷുഫലം അല്ലേ, ജ്യോത്സ്യം അതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ കലഹം, കലാപം ഇതൊക്കെ നേതാക്കളുടെ ഭീകരമുഖത്ത് ഒരു മൃദുലേപനത്തിൻ്റെ ഒരു കോമളത്വം പരത്തുവാൻ അത് ഉപകരിക്കുന്നു എന്നാണ് ലേഖകൻ്റെ നിരീക്ഷണം. അപ്പോൾ ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ യഥാർത്ഥമായ ആ മതസൗഹാർദ്ദം എന്താണ്, അതിനെ നിവാരണം ചെയ്യാനുള്ള വഴി അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ അതൊരു ഹാസ്യ നാടകമായിട്ട് ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ആചാര്യന്മാരെ, പണ്ഡിതന്മാരെ അതിനുള്ള പരിഹാര മാർഗങ്ങൾ പണ്ടേ നമുക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, കക്ഷത്തിൽ കള്ളമുതൽ അല്ലേ, മോഷ്ടിച്ച വസ്തു കക്ഷത്തിൽ വെച്ച് നടക്കുന്ന ആളുകൾക്ക് ആ ഒരു മാർഗം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇല്ല, കക്ഷത്തിലുള്ളത് വെളിച്ചത്താവും എന്ന് പറഞ്ഞതുപോലെയാണ് അവരെ ഇങ്ങനെ കൈയില്ലാത്തവരെ പോലെ ചില ഗോഷ്ഠികളെല്ലാം കാണിക്കുക. എന്നിട്ട് അതാണ് മതസൗഹാർദ്ദം എന്ന് വരുത്തി തീർക്കുക. അതാണ് ഇന്നത്തെ മതസൗഹാർദ്ദ പരിപാടികളുടെ യഥാർത്ഥ അവസ്ഥ. ആ ഒരു നിജസ്ഥിതി അതാണെന്ന് കൂടി ലേഖകന് സൂചിപ്പിക്കുകയാണ്.